വളരെ ശാന്തമായിട്ട് കുറച്ച് വളരെ ക്ലിയറായിട്ട് വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ കേൾക്കും. ശരിക്കുമുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ നടക്കുന്നതാണ്. ഒരു വെയിറ്റേജ് വരും സ്ലോ ആയിട്ട് നടക്കുമ്പോൾ. ഒരു പ്രസൻസ് ആ ചേസിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മുടെ ചിൻ ഹൈ ആക്കി തല ഉയർത്തിപ്പിടിച്ച് നല്ല സ്റ്റഡി ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഷോൾഡർ ലൂസാക്കി സ്വിങ് ചെയ്ത് നടക്കുന്നതാണ് ഈ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ സ്പീഡിൽ നടക്കുമ്പോൾ ആളുകൾ എന്തോ വെപ്രാളം പിടിച്ചു നമുക്ക് പോകും. സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ്സാണെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ ഒരു റൂമിൽ നമ്മൾ വളരെ സൈലൻ്റായിട്ട് ഇരുന്നാലോ അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജും ഐ കോണ്ടാക്റ്റും എല്ലാ സാധനവും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് വാക്കുകൾ വേണമെന്നില്ല മറ്റുള്ളവർ നമ്മൾ കേൾക്കാൻ. നമ്മളൊരു നോട്ടം മതിയാവും, നമ്മുടെ അല്ലെങ്കിൽ ഒരു ആംഗ്യം മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ മതിയാവും. അതായത് ചിലപ്പോഴൊക്കെ സൈലൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഉച്ചത്തിലുള്ള ഒരു വോയിസ് ആയിരിക്കും. ആരെന്തൊക്കെ ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഐ ആം ഓക്കെ എന്ന് ചിന്തിച്ചിട്ടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന പെർഫോമൻസ് ഒന്നുമല്ല. അതായത് നമ്മൾ കംഫോർട്ടാണ്, നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ കളർ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഭംഗി എത്രയുണ്ട്, ഇതൊന്നും നമ്മൾ ബോധേടല്ല. നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്തൊക്കെ ഓർണമെൻറ്റ്സ് ഇട്ടാലും നമുക്ക് നമ്മുടെ ആ കളറിലും നമ്മുടെ ആ ഷേപ്പിലും നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആർക്കും നിങ്ങൾ ആത്മവിശ്വാസം ഉള്ളവനാണെന്ന് തോന്നത്തില്ല. മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഫിഡൻസ് തരും, പക്ഷേ അത് എത്രമാത്രം അത് സ്റ്റേബിൾ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ശാന്തമാണ്, ഭയങ്കര ഡെപ്തുണ്ട്, കുലുക്കാൻ പറ്റാത്തൊരു ആറ്റിറ്റ്യൂഡില്ലേ, അതിനൊക്കെയാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്.